18ാം ലോകസഭ പ്രതിജ്ഞ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ പാർലമെൻറ്റിലും പാർലമെൻറ്റിൻ്റെ പുറത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വരുന്ന സവിശേഷമായ ചില പ്രത്യേകതകളാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിലും രാഷ്ട്രീയ ഭൂപടത്തിലും വലിയ ചേഞ്ചുകൾ വരുത്താൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ടായിരുന്നു 2024 വന്നത്. ആ രാഷ്ട്രീയ സെറ്റ് ബാക്കുകളുടെ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ ഏൽക്കുമ്പോൾ രാജ്യത്ത് 10 വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു. പ്രതിപക്ഷത്തിന് പാർലമെൻറ്റിൽ വോയിസ് ഉണ്ടാകുന്നു. പാർലമെൻറ്റിൻ്റെ പുറത്ത് BJP വിരുദ്ധമായ ഭരണവിരുദ്ധമായ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നു. 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2009 മുതൽ 2010 മുതൽ ഉരുണ്ടുകൂടിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ അനിഷ്ടങ്ങളാണ്, പ്രതിഷേധങ്ങളാണ്, ഭരണവിരുദ്ധ വികാരമാണ് 2014 തുടർന്ന് 2019 മോദി സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും വലിയ മാറ്റങ്ങൾ സംഭവിക്കും, അഴിമതി രഹിതമായ ഒരു രാജ്യം വരും, വലിയ സ്വപ്ന ഭൂമികയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഗുജറാത്തിൽ നിന്ന് പരിഷ്കരണവാദിയായ ഒരാൾ വരുന്നു എന്ന് തെറ്റിദ്ധരിച്ച മുഴുവൻ മനുഷ്യരും BJPക്ക് വോട്ട് ചെയ്തു. 10 വർഷത്തെ അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി BJPയെ അവരുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ UPയിൽ ആളുകൾ കൈയൊഴിയുന്നു. ഗുജറാത്ത് അവരുടെ പരീക്ഷണശാലയാണ്. ഇങ്ങനെ ചെറിയ വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ സംഭവിക്കുന്നു. മോദി 3ാം തവണയും അധികാരത്തിലെത്തുമ്പോൾ 2014 2019 നരേന്ദ്രമോദിയല്ല, ദുർബലനായ, ശക്തി ക്ഷയിച്ച, പല്ലുപോയ ഒരു സിംഹത്തെ പോലെ അധികാരമേറ്റെടുക്കുന്ന ഒരാളായിട്ടാണ് നരേന്ദ്രമോദിയെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 2010 മുതൽ രൂപപ്പെട്ട രാജ്യത്തെ അജിറ്റേഷൻ, രാജ്യത്തെ പ്രതിഷേധങ്ങൾ, രാജ്യത്ത് ഉണർന്നു വന്ന അഴിമതി വിരുദ്ധമായ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളൊക്കെയാണ് UPA ഗവൺമെൻറ്റിനെ തറ പറ്റിച്ചതും മോദിക്ക് അധികാരത്തിൻ്റെ വഴി തുറന്നു കൊടുത്തതും. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനമായ അവസ്ഥ രൂപപ്പെടുന്നു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും മോദി സർക്കാരിനോടുള്ള പ്രതിപത്തി അവസാനിച്ചിരിക്കുന്നു. രാഷ്ട്രീയ കാലാവസ്ഥ മറിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നരേന്ദ്രമോദി ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രൊജക്റ്റായി ഉപയോഗിച്ച രാമക്ഷേത്ര നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും മോദിയുടെ അന്ത്യം കുറിക്കുന്ന കാഴ്ചയാണ് അയോധ്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 കൊല്ലത്തെ കാലാവധി അവകാശപ്പെട്ട് നിർമ്മിച്ച ഒരു കെട്ടിടം, അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി 1 മാസത്തിനുള്ളിൽ ചോർന്നൊലിക്കുന്നുണ്ടെങ്കിൽ അവിടെ നടന്ന അഴിമതിയും കുംഭകോണവും എത്രമാത്രമായിരിക്കും. BJPയും നരേന്ദ്രമോദിയും രാമക്ഷേത്രത്തിൻ്റെ പേരിലും പിരിവും പണവും കൈപ്പറ്റിയിരിക്കുന്നു. അവിടെ നടത്തിയ നിർമ്മാണ അഴിമതികൾ വലിയ കുംഭകോണം തന്നെ നരേന്ദ്രമോദി രാമക്ഷേത്രത്തിൻ്റെ പേരിൽ നടത്തിയിരിക്കുന്നു. വലിയ അഴിമതി രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പേരിൽ നടന്നിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയും വലിയ ചോർച്ച അവിടെ സംഭവിക്കുന്നത്. മോദിക്ക് പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിലും പുറത്തും നന്നായി രൂപപ്പെടുന്നുണ്ട്. പ്രതിപക്ഷം വലിയ ഒരു ശക്തിയായി ഇന്ത്യൻ പാർലമെൻറ്റിൽ അണിനിരക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദിക്കോ നരേന്ദ്രമോദിയെപ്പോലെയുള്ള 1000 ജന്മങ്ങൾക്കോ സാധിക്കുകയില്ല എന്ന് ഇന്ത്യയിലെ നിസ്വരായ ജനങ്ങൾ വിളിച്ചു പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്.